നമസ്കാരം, മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ബഹിരാകാശ യാത്ര ദേശത്തിൻ്റെതാണെന്നും പുതിയ യുഗത്തിന്റെ തുടക്കമെന്നും ശുഭാംശു ശുക്ല. 140 കോടി ഭാരതീയരുടെ മനസ്സിൽ ശുഭാംശു ഉണ്ടെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുഭാംശു ബഹിരാകാശ നിലയത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. ചൂട് കൂടിയതോടെ വാഹനയാത്രക്കാർക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ച് UAE ആഭ്യന്തര വകുപ്പ്. വാഹനങ്ങളിലെ ടയറുകളുടെ ഗുണനിലവാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണമെന്ന് നിർദ്ദേശം. സൂംബ വിവാദം കത്തുന്നു. മതസംഘടനകൾ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ആജ്ഞാപിക്കരുതെന്ന CPM ജനറൽ സെക്രട്ടറി MA ബേബി. സ്കൂളുകളിൽ സൂംബയുമായി മുന്നോട്ടെന്ന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. എതിർപ്പുകൾ ലഹരിയേക്കാൾ വിഷമെന്നും വർഗീയതയ്ക്ക് വളം വയ്ക്കുമെന്നും മന്ത്രി. സൂംബ അടിച്ചേൽപ്പിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭാരതാംബ വിഷയത്തിൽ മന്ത്രി V ശിവൻകുട്ടി തന്നോട് അനാദരവ് കാട്ടിയെന്ന ഗവർണറുടെ കത്തിന് സർക്കാരിന്റെ മറുപടി. മന്ത്രി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന മുഖ്യമന്ത്രി. രാജ്ഭവനിൽ സംഘടിപ്പിക്കുന്ന ഔപചാരിക പരിപാടികളിൽ ദേശീയ ചിഹ്നവും പതാകയും മാത്രമേ തുടർന്നും ഉപയോഗിക്കാവൂ എന്നും മുഖ്യമന്ത്രിയുടെ മറുപടി. വാർത്തകൾ വിശദമായി നോക്കിയാൽ ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗ് വഴി സംവദിച്ചു. ബഹിരാകാശ നിലയത്തിൽ താൻ സുരക്ഷിതനാണെന്ന് ശുഭാംശു ശുക്ല പറഞ്ഞു. 140 കോടി ഭാരതീയരുടെ മനസ്സിൽ ശുഭാംശു ഉണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതികരിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രയിലെ ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണ് ഈ ദൗത്യം. മുൻപ് ബഹിരാകാശ യാത്രികൻ രാകേഷ് ശർമ്മ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പരസ്പരം സംസാരിച്ചിരുന്നു. लेकिन मेरे साथ 140 करोड़ भारतवासियों की भावनाएं भी हैं. मेरी आवाज में सभी भारतीयों का उत्साह और उमंग शामिल है. अंतरिक्ष में भारत का परचम लहराने के लिए मैं आपको हार्दिक बधाई और शुभकामनाएं देता हूं. मैं ज्यादा समय नहीं ले रहा हूं, तो सबसे पहले तो ये बताइए वहां सब कुशल मंगल है? आपकी तबीयत ठीक है? जी प्रधानमंत्री जी, बहुत बहुत धन्यवाद आपकी विशेष का और 140 करोड़ मेरे देशवासियों की विशेष का. मैं यहाँ बिल्कुल ठीक हूँ, सुरक्षित हूँ. आप सबके आशीर्वाद और प्यार की वजह से बहुत अच्छा लग रहा है. बहुत नया एक्सपीरियंस है ये, और कहीं ना कहीं बहुत सारी चीज़ें ऐसी हो रही हैं जो दर्शाती हैं कि मैं और मेरे जैसे बहुत सारे लोग हमारे देश में और हमारा भारत किस दिशा में जा रहा है. ये जो मेरी यात्रा है ये ചൂട് കൂടിയതോടെ വാഹനയാത്രക്കാർക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ച് UAE ആഭ്യന്തര വകുപ്പ്. വാഹനങ്ങളിലെ ടയറുകളുടെ ഗുണനിലവാരം പോലുള്ള കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണമെന്നതുൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ക്യാമ്പയിനിലൂടെ പൊതുജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. UAEയിലെ താപനിലയിൽ ഗണ്യമായ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. രാജ്യത്ത് പലയിടങ്ങളിലും പകൽച്ചൂട് 50 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി. കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടയിൽ UAEയിലെ ഏറ്റവും ഉയർന്ന താപനില മെയ് മാസത്തിൽ രേഖപ്പെടുത്തിയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈയിടെ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ വാഹനയാത്രക്കാർക്ക് വേണ്ടിയുള്ള സുരക്ഷാ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് UAE ആഭ്യന്തര വകുപ്പ്. അപകടരഹിത വേനൽക്കാലം എന്ന സന്ദേശവുമായാണ് ക്യാമ്പയിൻ നടക്കുന്നത്. വാഹനങ്ങളുടെ ടയർ പരിശോധന കൃത്യമായി നടത്തണം എന്നതാണ് പ്രധാന മാർഗനിർദ്ദേശം. എഞ്ചിൻ ഉൾപ്പെടെയുള്ള വാഹനഭാഗങ്ങൾ കൃത്യമായി പരിശോധിക്കണമെന്നും റോഡുകളിൽ ഉത്തരവാദിത്വത്തോടെ ഡ്രൈവ് ചെയ്യണമെന്നും മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. വാഹനമോടിക്കുമ്പോൾ സുരക്ഷിതമായ അകലം പാലിക്കണം. അമിതഭാരം കയറ്റരുത്. ടയറുകളിലെ വായുമർദ്ദം ഉറപ്പാക്കണം. അമിത വേഗത പാടില്ല എന്നിവയും നിർദ്ദേശങ്ങളിലുണ്ട്. ഓയിൽ, കൂളിംഗ് ഫ്ലൂയിഡ് എന്നിവ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും ഓർമ്മിപ്പിക്കുന്നു. അമൃത ന്യൂസ്, ദുബായ്.
സ്കൂളുകളിലെ സൂംബ വിവാദത്തിൽ മതസംഘടനകൾക്ക് മറുപടിയുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സർക്കാർ ഇപ്പോഴത്തെ നിലപാടുമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മതസംഘടനകൾ ആജ്ഞാപിക്കരുത്, അഭിപ്രായം പറയാമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും കോഴിക്കോട് പ്രതികരിച്ചു. ലഹരിക്കെതിരെ സ്കൂളുകളിൽ ആരംഭിച്ച സൂംബയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ശക്തമായി പ്രതികരിക്കാൻ തന്നെയാണ് ഇടതുപക്ഷ തീരുമാനം. സർക്കാർ നിലപാടുമായി തന്നെ മുന്നോട്ടു പോകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. നിലവിലെ പ്രതിഷേധം വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും ഇടയാക്കും. ലഘുവ്യായാമം സ്കൂൾ യൂണിഫോമിലാണ് ചെയ്യുന്നത്. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോഴത്തെ വിവാദം ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വളം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മര്യാദയ്ക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയാണ്. അതിനെ അനുകൂലപ്പെടുന്നതിന് വേണ്ടിയാണ് കുറച്ചേറെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇത് ഗവൺമെൻറ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടി തയ്യാറാണ്. എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നടപടിയിൽ നിന്ന് പുറകോട്ട് പോകുന്നതിന് വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചിട്ടില്ല. തെറ്റിദ്ധാരണയുള്ള ആരെങ്കിലും ചർച്ചയ്ക്ക് വന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ അധ്യാപകർ നടപ്പിലാക്കണമെന്നും ഓർമ്മിപ്പിച്ചു. അതിൽ രക്ഷിതാവിന് റോളില്ല. വ്യക്തിപരമായ കാരണങ്ങളാൽ മാറി നിൽക്കേണ്ട കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാം. വൃത്തികെട്ട കണ്ണുകൊണ്ട് കാണുന്നതിന്റെ കുഴപ്പമാണ് വിവാദമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സൂംബ വിവാദം രാഷ്ട്രീയമായിട്ടാണെങ്കിൽ രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് CPM തീരുമാനം. വിദ്യാഭ്യാസ വകുപ്പിന്റെ സൂംബയ്ക്ക് കുഴപ്പമുണ്ട്, MSFന്റെ സൂംബയ്ക്ക് കുഴപ്പമില്ലെന്നായിരുന്നു മന്ത്രിയുടെ പരിഹാസം. ആജ്ഞ വേണ്ട, അഭിപ്രായം പറയാമെന്ന നിലപാടിൽ സർക്കാരിന് പിന്തുണയുമായി CPM ജനറൽ സെക്രട്ടറി MA ബേബിയും രംഗത്തെത്തി. മതം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ പുറപ്പെടരുത്. അവർക്ക് അഭിപ്രായം പറയാം, ഇതാണ് നല്ലത്, ഇത് മോശമാണ്. സൂംബ നൃത്തത്തിന് സംസ്ഥാന സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പറഞ്ഞ DYFI കാലത്താണോ MSF നിൽക്കുന്നതെന്നും ചോദിച്ചു. അങ്ങേയറ്റം ദയനീയമാണ്. കാരണം MSFന്റെയൊക്കെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന, അതായത് പറയും, മതസാമുദായിക സംഘടനകൾ അവർക്ക് അവരുടേതായ പരിമിതികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ അവർ കാലത്ത് ആണോ ജീവിക്കുന്നത് സംശയമുണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികളെ അകറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് DYFI ആരോപിക്കുന്നത്. സൂംബ വിവാദത്തിൽ സർക്കാരിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും ശക്തമായി പ്രതിരോധിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് CPM. അമൃത ന്യൂസ്, കോഴിക്കോട്. അതേസമയം സൂംബ ഡാൻസ് ആരെയും അടിച്ചേൽപ്പിക്കരുതെന്ന് പ്രതിപക്ഷം എതിർക്കുന്നവരുമായി ചർച്ച നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിപ്രായപ്പെട്ടു. സൂംബയെ എതിർക്കുന്നതിനെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. സൂംബ വിഷയം സർക്കാരിന് പരിഹരിക്കാനാകുമെന്നും പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള നാടായി കേരളം മാറിയെന്നും VD സതീശൻ പറഞ്ഞു. അവർക്ക് ഉപയോഗിക്കാൻ വിഷയങ്ങൾ ഇട്ടുകൊടുക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം കാര്യങ്ങളിലൊന്നും വിവാദങ്ങളിലേക്ക് പോകരുത്. അതിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള വേറെ ശക്തിയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു വാക്ക്, പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണ്. അപ്പം ഇതൊന്നും നമ്മൾ ഇട്ട് കൊടുക്കരുത് അങ്ങോട്ട്. സൂംബ ഡാൻസിനെ എതിർക്കുന്നത് അല്പജ്ഞാനികളെന്ന് സ്പീക്കർ AN ഷംസീർ. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കുമെന്നും സ്പീക്കർ പറഞ്ഞു. സൂംബ വിവാദം നിർഭാഗ്യകരമെന്ന് മന്ത്രി MB രാജേഷ്. ഈ കാലത്ത് ഇങ്ങനെ വികലചിന്ത ഉണ്ടാകുന്നത് ഉചിതമാണോ എന്ന് ചിന്തിക്കണമെന്നും മന്ത്രി കോട്ടയത്ത് പറഞ്ഞു. ബഹിരാകാശ നിലയത്തിൽ ഒരു ഇന്ത്യക്കാരനുൾപ്പെടെയുള്ള അനേകം മനുഷ്യർ അവിടെ താമസിച്ച് അവിടെ നിന്ന് ഭൂമിയെ കാണുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എതിർപ്പുകൾ ഉയർത്തുന്ന ചിന്തയുള്ള ആളുകൾ ഇവിടെ ഇപ്പോഴും ജീവിക്കുന്നു. ഇത്രയും ഇങ്ങനെ ഒരു വികലചിന്ത ഇപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളത് ഉചിതമാണോ എന്ന് എല്ലാവരും ആലോചിക്കണം. അതേസമയം ഹുസൈൻ മടവൂരിന് മറുപടിയുമായി മന്ത്രി R ബിന്ദു രംഗത്ത് വന്നു. വസ്ത്രം ധരിക്കാതെയല്ല കുട്ടികൾ സൂംബ ഡാൻസ് ചെയ്യുന്നതെന്നും യൂണിഫോം ധരിച്ചാണ് ഡാൻസ് ചെയ്യുന്നതെന്നും മന്ത്രി തൃശൂരിൽ പ്രതികരിച്ചു. സൂംബ ഡാൻസ് വസ്ത്രമില്ലാതെ ചെയ്യുന്ന ഡാൻസ് അല്ല, അത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. വിഷയം വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നേതൃ ക്യാമ്പിലും ആരോഗ്യ പരിപാലനത്തിനുള്ള സെഷനുകൾ ഉണ്ടെന്ന് രാഹുൽ കൂട്ടിച്ചേർത്തു. സ്കൂൾ തലം മുതൽ തന്നെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ ഈ ക്യാമ്പിൽ പോലും
മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട സെഷനുകൾ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ ഉൾപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്തേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ ഇന്ന് ചെറുപ്പക്കാർ നേടുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന നിലയിലാണ്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അത്തരം കാര്യങ്ങളൊന്നും വിവാദമാകേണ്ടെന്ന കാര്യമില്ല. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അഭാവമുണ്ടെന്ന് യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ചിറക്കൽ. ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ലെന്ന് ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് 8 മാസം മുൻപേ അറിയാമെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ ഹാരിസ് ചിറക്കലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സർക്കാരിനെ അപമാനിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നും മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ പറഞ്ഞു. സംഭവത്തിൽ ഡോക്ടറോട് വിശദീകരണം തേടുമെന്നും DME വ്യക്തമാക്കി. 8 മാസങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ അഭാവം ഡോക്ടർ ഹാരിസ് ചിറക്കൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിൽ അറിയിച്ചിരുന്നു. ആവശ്യമായ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ പലപ്പോഴും ശസ്ത്രക്രിയ മുടങ്ങി. ഇതോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായി ഡോക്ടർ ഹാരിസ് രംഗത്തെത്തിയത്. മന്ത്രിയുടെ PS ഇടപെട്ടതോടെയാണ് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് പിൻവലിച്ചതെന്നും പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 8 മാസം മുമ്പേ ഇതേ പ്രശ്നങ്ങൾ ഇതേ റൂട്ടിൽ തന്നെ പോയി. അന്ന് ഞാൻ ഇത്തരം തരം പ്രതികരിച്ചിട്ടില്ല. ഇന്നലെ ഒരു ശസ്ത്രക്രിയയല്ല മുടങ്ങിയത്. ഇന്നലെ ഈ യൂറിട്രോസ്കോപ്പി എന്ന് പറയുന്നത് 4 ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ 4 ഓപ്പറേഷൻ ചെയ്തില്ല. ഈ ജനങ്ങൾ വരുമ്പോൾ അവരോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ. ആ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്തതിനകത്ത് എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. അത് അങ്ങേയറ്റമായപ്പോഴാണ് ഞാനത് പോസ്റ്റ് ഇട്ടതും ഞാനത് ലീവ് എടുത്തതും ഞാൻ അതിനെപ്പറ്റി ജോലി തന്നെ റിസൈൻ ചെയ്ത് പോകണം എന്ന് ഒക്കെ ഞാൻ വിചാരിച്ചത്. ഹാരിസ് ചിറക്കലിന്റെ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും സർക്കാരിനെ മനഃപൂർവ്വം അപമാനിക്കാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളതെന്നുമാണ് DMEയുടെ വാദം. ശസ്ത്രക്രിയകൾ മുടങ്ങിയിട്ടില്ല. പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് വിശദീകരണം തേടും. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും DME വ്യക്തമാക്കി. DME തലത്തിലോ സർക്കാർ തലത്തിലോ ഇതിൻ്റെ ഒരു ഇതും വന്നിട്ടില്ല. ഇന്നലെയും ഇവിടെ HOD ഉണ്ടായിരുന്നു. വേറൊരു മീറ്റിങ്ങിന് എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോഴും ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ആക്ഷൻ എടുക്കേണ്ട കാര്യം തന്നെയാണ്. ബാക്കിയുള്ള HODമാരൊന്നും അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്താ ഇങ്ങനെ ഉണ്ടായെന്നുള്ള പരിശോധിക്കേണ്ടി വരും. പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ CPMന്റെ പ്രാദേശിക നേതാവ് ഡോക്ടറെ ഫോണിൽ വിളിച്ചു. മന്ത്രിയുടെ PSയുമായി ഇടപെട്ട് പരിഹാരം കാണാമെന്നും പോസ്റ്റ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. നടപടി ഉണ്ടായാലും സാരമില്ല, പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും പിന്നോട്ടില്ലെന്ന് ഉറച്ച നിലപാടിലാണ് ഡോക്ടർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗുരുതര വീഴ്ചകളാണ് ഡോക്ടറുടെ പോസ്റ്റിലൂടെ പുറത്തുവന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം ഈ ഒരു വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഷെഡ്യൂൾ ചെയ്തതിൽ ഒരു ശസ്ത്രക്രിയ മാത്രമാണ് നടക്കാതിരുന്നത്. അത് നടക്കാത്തത് സാങ്കേതിക പ്രശ്നം കൊണ്ടാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഏതാണ്ട് വലിയ വ്യത്യാസങ്ങളില്ലാതെയാണ് കണ്ടിട്ടുള്ളത്. ഇന്ന് DMEയുടെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ അപ്പോൾ പ്രഥമമായിട്ടൊരിപ്പം ഫോണിലാണല്ലോ ഇക്കാര്യം ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അന്വേഷണം നടത്തിയത്. അപ്പോൾ DME നൽകിയ വിവരങ്ങളനുസരിച്ച് സാധാരണ ഒരു ദിവസം 4 ശസ്ത്രക്രിയയൊക്കെയാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. ഇന്നലെ 3 ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഒരു ശസ്ത്രക്രിയ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ വിശ്വനാഥൻ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊരു പ്രോബിൻ്റെ കേടുപാടുണ്ടായി എന്നുള്ളത് കൊണ്ട് ആ ശസ്ത്രക്രിയ നടന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഇങ്ങനെയൊരു വിഷയം എൻ്റെ ശ്രദ്ധയിൽ ഇല്ല. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ആ രീതിയിൽ ഈ പ്രശ്നം എത്തിയിട്ടുമില്ല. DMEയുടെ മുന്നിലും അങ്ങനെ ഒരു വിഷയം, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് ഒരു വിഷയം എത്തുന്ന നിലയിലേക്ക് ആ ഒരു വിഷയം എൻ്റെ മുന്നിൽ എത്തിയിട്ടില്ല. ഭാരതാംബ വിവാദത്തിൽ ഗവർണർ സർക്കാർ തർക്കം തീരുന്നില്ല. മന്ത്രി V ശിവൻകുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയച്ചു. അതേസമയം വിവാദം മുറുകുമ്പോൾ നിലപാട് വ്യക്തമാക്കി വീണ്ടും വിശദമായ മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ഭരണഘടനാ വിദഗ്ധരുടെയും നിയമവിദഗ്ധരുടെയും ഉപദേശം തേടിയ ശേഷമാകും മറുപടി നൽകുക. അതിനിടെ നിലപാട് ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വീണ്ടും രംഗത്ത് വന്നു. രാജ്ഭവനിലെ ഭാരതാംബ ചിത്രത്തെ ചൊല്ലിയുള്ള വിവാദം മുറുകുമ്പോൾ ഇരുകൂട്ടരും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഔദ്യോഗിക പരിപാടികളിൽ രാജ്ഭവനിൽ നടക്കുമ്പോൾ ദേശീയ പതാകയും ചിഹ്നവുമല്ലാതെ മറ്റൊന്നും പാടില്ലെന്ന നിലപാട് സർക്കാർ രാജ്ഭവനെ അറിയിച്ചിരുന്നു. അതിനു പിന്നാലെ വീണ്ടും വിശദമായ കത്തയക്കാനാണ് സർക്കാർ നീക്കം. ഭരണഘടനാ വിദഗ്ധരുമായും നിയമവിദഗ്ധരുമായും ചർച്ച ചെയ്ത ശേഷമാകും സർക്കാർ നിലപാട് അറിയിക്കുക. രാജ്ഭവന്റെ വാദങ്ങൾക്ക് നിയമപരിരക്ഷ ഇല്ല എന്നാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഔദ്യോഗിക ചടങ്ങിൽ കാവിക്കൊടി പിടിച്ച ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിക്കുകയും പൂവിടുകയും ചെയ്ത ഗവർണറുടെ നടപടിയെ ആവർത്തിച്ച് വിമർശിക്കുകയാണ് മന്ത്രി V ശിവൻകുട്ടി. ഗവർണറുടെ കത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി. മന്ത്രി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത മന്ത്രിക്ക് അങ്ങനെയൊന്നും ചെയ്യാനാകില്ലെന്നും
മുഖ്യമന്ത്രി മറുപടിയിൽ വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന സമയത്ത് പുകവലി ഒഴിവാക്കണമെന്ന് കുവൈറ്റ് അഗ്നിശമന സേന. പെട്രോൾ സ്റ്റേഷനുകളിലും സമീപ വാഹനങ്ങളിലും തീപിടുത്ത അപകടങ്ങൾക്ക് ഇത് കാരണമാകും എന്നതിനാലാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. ഇന്ധനം നിറയ്ക്കുമ്പോൾ വാഹന എഞ്ചിൻ ഓഫ് ചെയ്യണം. ഈ സമയം വാഹനത്തിലും പുറത്തും പുകവലിക്കരുത്. സിഗരറ്റ് കുറ്റികൾ ഇന്ധന സ്റ്റേഷനുകളിൽ ഉപേക്ഷിക്കുകയും ചെയ്യരുത്. പുകയോ തീയുടെ ലക്ഷണങ്ങളോ കണ്ടെത്തിയാൽ വാഹനം പമ്പിൽ നിന്ന് ഉടനെ മാറ്റണം എന്നീ നിർദ്ദേശങ്ങളാണ് അധികൃതർ നൽകിയത്. രാജ്യത്ത് ചൂട് കൂടിയതോടെ നിരവധി തീപിടുത്ത കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കുവൈറ്റിൽ അധ്യാപക ജോലികളിലേക്കുള്ള റിക്രൂട്ട്മെന്റിൽ പുതിയ വ്യവസ്ഥകൾ നിലവിൽ വന്നു. 2025-26 അധ്യയന വർഷത്തിലേക്കുള്ള അധ്യാപക തസ്തികകളിലേക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി മൻസൂർ അൽ ഫദീരി അംഗീകാരം നൽകി. വിവിധ വിഷയങ്ങളിൽ പൊതുവിദ്യാലയങ്ങളിൽ ജോലി ചെയ്യുന്നതിന് പ്രത്യേക നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായി യൂണിവേഴ്സിറ്റി ബിരുദമുള്ളവർക്ക് ഈ തസ്തികകളിൽ അപേക്ഷിക്കാം. അറബിക്, മ്യൂസിക് എന്നീ അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്ന അപേക്ഷകർ സ്വദേശികളായിരിക്കണം. എന്നാൽ ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ഗണിതം, സയൻസ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ജിയോളജി എന്നിവയ്ക്ക് വിദേശികൾക്കും അപേക്ഷിക്കാം. സൗദിയിൽ കാലാവധി കഴിഞ്ഞ വിസിറ്റിംഗ് വിസകൾ പുതുക്കി 1 മാസത്തിനകം ഫൈനൽ എക്സിറ്റ് വഴി നാട്ടിലേക്ക് പോകാനുള്ള സംവിധാനത്തിന് സൗദി ജവാസാത്തിൽ തുടക്കം കുറിച്ചു. 1 മാസത്തേക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകുക. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ അബ്ഷീറിലെ തവാസുൽ സേവനം വഴി അപേക്ഷിച്ചാൽ നിശ്ചിത കാലയളവിനുള്ളിൽ ഈ സംരംഭം പ്രയോജനപ്പെടുത്താനാകും. കാലഹരണപ്പെട്ട ഏത് വിസിറ്റിംഗ് വിസകളും തവാസുൽ സേവനം വഴി പുതുക്കാം. GCCയിലെ പ്രമുഖ കാർഗോ കൊറിയർ കമ്പനിയായ ABC കാർഗോ സൗദി അറേബ്യയിലെ റിയാദിൽ പുതിയ ഔട്ട്ലെറ്റ് ആരംഭിച്ചു. സ്കൂൾ അവധിക്കാലത്തിന്റെ ഈ സീസണിൽ എയർ കാർഗോ, സീ കാർഗോ വിഭാഗങ്ങളിൽ ബാക്ക് ടു ഹോം ഓഫറുകളാണ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ളത്. റിയാദിലെ മുറബ്ബ അവന്യൂ മാൾ ലുലുവിലാണ് ABC കാർഗോയുടെ പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ABC കാർഗോ ഡയറക്ടർമാരായ നിസാർ അബ്ദുൽ ഖാദർ, സലീം അബ്ദുൽ ഖാദർ എന്നിവർക്കൊപ്പം മഞ്ചേശ്വരം MLA AKM അഷ്റഫ്, ബഷീർ പാരഗൺ, അബ്ദുള്ള അൽ കഹ്താനി, മുഹമ്മദ് അൽ സഹറാനി, ലുലു ഗ്രൂപ്പ് റീജിയണൽ മാനേജർ അബ്ദുൽ ജലീൽ തുടങ്ങി സാമൂഹ്യ, സാംസ്കാരിക, വ്യാവസായിക രംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്ന ABC കാർഗോ കൊറിയർ, ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ് തുടങ്ങി നിരവധി സേവനങ്ങൾ ഉപഭോക്താക്കളിൽ എത്തിക്കുന്നുണ്ട്. GCCയിലെ ഒട്ടുമിക്ക ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ABC കാർഗോയുടെ സേവനങ്ങൾ ലഭ്യമാണ്. ലുലുവിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ വാങ്ങി അവിടെ വെച്ച് തന്നെ പാക്ക് ചെയ്ത് അയക്കാനുള്ള സൗകര്യം ഈ ഔട്ട്ലെറ്റുകളിലുണ്ട്. അന്താരാഷ്ട്ര സർവീസുകൾക്ക് പുറമെ ആഭ്യന്തര ഡെലിവറി സേവനവും ABC കാർഗോ നൽകുന്നുണ്ട്. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. റിയാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാൻ ഇന്ത്യ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനാവാരം സംഘടിപ്പിച്ചു. ബദ്ഹയിലെ ഡി പാലസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി സാഹിത്യകാരൻ ജോസഫ് അതിരുങ്കൽ ഉദ്ഘാടനം ചെയ്തു. റിയാദിൽ സാഹിത്യ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ സജീവമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. പാൻ ഇന്ത്യ ഫോറം ചെയർമാൻ VK റഫീഖ് ഹസൻ അധ്യക്ഷത വഹിച്ചു. ഷിഹാബ് കൊട്ടുകാട് മുഖ്യപ്രഭാഷണവും ജയൻ കൊടുങ്ങല്ലൂർ ആമുഖ പ്രഭാഷണവും നടത്തി. അയൂബ് ഖാൻ, ഇസ്മായിൽ പയ്യോളി തുടങ്ങിയവർ സംസാരിച്ചു. സൗദിയിൽ വിപണിയിലെത്തിച്ച ആങ്കർ കമ്പനിയുടെ ചാർജറുകൾ തിരിച്ചു വിളിക്കാൻ സൗദി വാണിജ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. ചൂടാകാനും തീപിടിക്കാനുമുള്ള സാധ്യതയുള്ളതിനാൽ ആങ്കർ കമ്പനി വിപണിയിലിറക്കിയ 88,518 ആങ്കർ പോർട്ടബിൾ ചാർജറുകളാണ് തിരിച്ചു വിളിച്ചത്. 2023 സെപ്റ്റംബറിനും 2025 ജൂണിനും ഇടയിൽ നിർമ്മിച്ച ചാർജറുകൾ തിരിച്ചു വിളിച്ചതായി വാണിജ്യ മന്ത്രാലയം വിശദീകരിച്ചു. ഇത്തരം ചാർജറുകൾ കൈവശമുള്ളവർ ഇവ ഉപയോഗിക്കുന്നത് ഉടൻ അവസാനിപ്പിച്ച് കമ്പനിയുമായി ബന്ധപ്പെടണം. ചാർജറുകൾ മാറ്റി നൽകാനോ റീഫണ്ട് ചെയ്യാനോ മന്ത്രാലയം ആവശ്യപ്പെട്ടു. വേൾഡ് മലയാളി കൗൺസിൽ ദിവത്സര സമ്മേളനത്തിന്റെ ഭാഗമായി ഷാർജയിൽ മാധ്യമ സെമിനാർ നടന്നു. മാറുന്ന ആഗോളക്രമത്തിൽ വർദ്ധിച്ചു വരുന്ന ഇന്ത്യയുടെ പ്രസക്തിയും മാധ്യമപ്രവർത്തകരുടെ പങ്കാളിത്തവും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. ഷാർജ കോർണിഷ് ഹോട്ടലിൽ നടന്ന പരിപാടിയിൽ മുൻ അംബാസിഡർ TP ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, അമൃത TV സീനിയർ റിപ്പോർട്ടർ ശ്രീരാജ് കൈമൾ, മാധ്യമപ്രവർത്തകൻ സഹൽ C മുഹമ്മദ്, PH കുര്യൻ IAS, വിനേഷ് മോഹൻ, VS ബിജുകുമാർ എന്നിവർ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചു. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്.
ഇനി മറ്റു വാർത്തകൾ നോക്കിയാൽ സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റെഡ് അലർട്ടിന് സമാനമായ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. മണിക്കൂറിൽ പരമാവധി 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുള്ളതിനാൽ തീരപ്രദേശങ്ങളിൽ വലിയ തിരമാലകളും കടലാക്രമണവും ഉണ്ടാകും. ഈ സാഹചര്യത്തിൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴയുടെ സാഹചര്യത്തിൽ ഇടുക്കി ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ മലയോര ജില്ലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിൽ മഴ ശക്തമാകാനുള്ള സാധ്യതയാണുള്ളതെന്നും ഇത് കണക്കിലെടുത്ത് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മഴവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്കും സാധ്യതയുള്ളതിനാൽ വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള യാത്രക്കാരും ജാഗ്രത തുടരണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ശക്തമായ കടലേറ്റമാണ് അനുഭവപ്പെടുന്നത്. തിരുവനന്തപുരം പള്ളിത്തുറ കടൽ തീരത്തും കടലേറ്റം രൂക്ഷമാണ്. പെട്ടെന്നുണ്ടാകുന്ന കടൽ കയറ്റം 35ഓളം കുടുംബങ്ങളെയാണ് ഭീതിയിലാഴ്ത്തുന്നത്. എനിക്കൊരു മാസമായ കൈക്കുഞ്ഞുണ്ട്. നമ്മുടെ കണ്ണുനീരൊപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. കടപുഴകി വീണ തെങ്ങുകളും കടലെടുത്ത വീടുകളുമാണ് പള്ളിത്തുറയിൽ നമുക്ക് കാണാൻ സാധിക്കുക. പെട്ടെന്നുണ്ടായ കടലേറ്റത്തിൽ തിരുവനന്തപുരം പള്ളിത്തുറ VSSC നോർത്ത് ഗേറ്റിന് സമീപത്തെ തീരദേശവാസികൾ ആശങ്കയിലാണ്. എപ്പോഴാണ് തീരം താണ്ടി എത്തുന്ന കടൽ വീടുകൾ തകർക്കുക എന്നറിയില്ല. ഓരോ തവണയും കടൽ അശാന്തമാകുമ്പോൾ 1-2 ആഴ്ചയോ മാസമോ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇവരെ മാറ്റാറാണ് പതിവ്. കടലൊന്ന് ശാന്തമായാൽ തിരികെ തീരത്തെത്തും. നാളെ കടൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വർഷം ഈ കടൽ ഇങ്ങനെ വരുമ്പോൾ വീട് ചരിഞ്ഞുകൊണ്ട് വരികയാണ് ഇതിന്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ഇവിടെ താമസിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഗവൺമെൻറ് ഒരു സഹായം ചെയ്യണം. പള്ളിത്തറയിൽ സ്ഥലമുണ്ട്, ഒരു 3 സെൻറ്റ് സ്ഥലം തന്നാൽ മതി. എനിക്കൊരു മാസമായ കൈക്കുഞ്ഞുണ്ട്. ആ കൈക്കുഞ്ഞിനെ കൊണ്ട് ഞാൻ രാത്രിയിൽ ഓടി. ഇനി എവിടെ ഓടണമെന്ന് ഗവൺമെൻറ് തന്നെ പറഞ്ഞു തരണം എനിക്ക്. കാരണം എനിക്ക് വേറൊരു വരുമാനമില്ല, ജോലിയില്ല. അവർ പറയുമ്പോൾ ഞങ്ങൾ മാറാൻ പറയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് 10 ദിവസത്തേക്ക് മാറും. തിരിച്ച് ഞങ്ങൾ വീണ്ടും ഇവിടെ തന്നെ വരും. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി അങ്ങനെ ഓടാനൊന്നും വയ്യ. ശാശ്വത പരിഹാരം ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്ന് പള്ളിത്തുറ കൗൺസിലർ മേടയിൽ വിക്രമൻ പറഞ്ഞു. സ്ഥിരമായ സംവിധാനം വേണമെന്നുള്ളത് തന്നെയാണ് കൗൺസിലർ എന്നുള്ളതല്ല എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ പ്രാവശ്യം ഇത് കണക്കൊരു ചെറിയ പ്രശ്നം വന്നപ്പോൾ നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്നവരെ പാർപ്പിച്ചു. അന്നേരം മത്സ്യഫെഡിൻ്റെ കുറച്ച് വസ്തു ഇവിടെ കിടപ്പുണ്ട്. അത് തന്നാൽ ഞാനും MLAയും കത്ത് കൊടുത്തതാണ്. ആ വസ്തു ഒരു 50 സെൻറ്റോളം തന്നാൽ ഇവർക്കൊരു 19 ഫ്ലാറ്റ് വീടുകൾ നിർമ്മിച്ച് കൊടുത്തവരെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് കഴിയും. അതിനുള്ള ശ്രമമൊക്കെ പല ഘട്ടങ്ങളിലായി ഇങ്ങനെ നടത്തുകയാണ്. 35ഓളം കുടുംബങ്ങളുണ്ട് ഇവിടെ. അതിൽ കടലേറ്റം രൂക്ഷമായി ബാധിച്ചത് 5 കുടുംബങ്ങളെയാണ്. അവർക്കെങ്കിലും സ്ഥിരമായൊരു വാസസ്ഥലം ഒരുക്കേണ്ടതുണ്ട്. ഇത്തരം ദുരിതങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ തീരങ്ങളിൽ ആവർത്തിക്കുമ്പോഴും ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സർക്കാരിനാകുന്നില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾക്ക് 7 ലക്ഷം രൂപ നൽകണമെന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് നടപ്പാക്കാത്ത സർക്കാരിനെതിരെ വിമർശനം ശക്തമാകുന്നു. ജൂലൈ 10-ന് ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ഇതിനിടെ സർക്കാരിനെ വിമർശിച്ച് BJPയും രംഗത്ത് വന്നു. വയനാട് പൂക്കോട്ട് വെറ്റിനറി കോളേജിൽ മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് നീതി നിഷേധിക്കപ്പെടുന്നുവെന്ന് കാട്ടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലുണ്ടായത്. കുടുംബത്തിന് 7 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഉത്തരവിറങ്ങി നാളിതുവരെയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തുടർനീക്കവും ഉണ്ടായില്ല. ഉത്തരവ് നടപ്പാക്കാൻ വൈകിയതോടെ 8% പലിശ സഹിതം തുക നൽകാനും കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നു. ഇതും സർക്കാർ നടപ്പാക്കിയില്ല. തുടർന്ന് അടുത്ത മാസം 10-ന് ചീഫ് സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിറക്കി. എന്നാൽ ഇതിനെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് റദ്ദ് ചെയ്യണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. ഹർജി തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. സർക്കാർ നടപടിയിൽ കടുത്ത പ്രതിഷേധവുമായി BJP രംഗത്തുണ്ട്. ഇരയായ കുടുംബത്തെ വീണ്ടും വേട്ടയാടുകയാണെന്ന് BJP വക്താവ് സന്ദീപ് വചസ്പതി ആരോപിച്ചു. പിണറായി വിജയന്റെ ഈ വൈരനിര്യാതന ബുദ്ധി, സിദ്ധാർത്ഥന്റെ കുടുംബത്തോടുള്ള വൈരാഗ്യം, സിദ്ധാർത്ഥന്റെ കുടുംബത്തോടുള്ള വേട്ടയാടൽ മനസ്ഥിതി അവസാനിപ്പിച്ച് നാളെ ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച കേസ് വരുമ്പോൾ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ച് വൈകിയെങ്കിലും അവർക്ക് കേന്ദ്ര
മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശം നൽകുന്ന ഒരു സഹായം ലഭ്യമാക്കാനെങ്കിലും പിണറായി വിജയൻ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നാണ് BJPയുടെ ആവശ്യം. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 18 SFI വിദ്യാർത്ഥികളാണ് പ്രതിസ്ഥാനത്തുള്ളത്. ഹോസ്റ്റൽ വാർഡനും ഡീനും ഉൾപ്പെടെ പ്രതികളെ സംരക്ഷിക്കുന്നുവെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തുണ്ട്. വീട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് കേസ് CBIക്ക് കൈമാറിയിട്ടും അന്വേഷണ ഫയലുകൾ കൃത്യമായി നൽകിയില്ല എന്ന ആരോപണവും ഉയർന്നിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾക്ക് തുടക്കമായി. ചെൽസി രാത്രി 1:30-ക്ക് ബെൻഫിക്കയെ നേരിടും. ബെൻഫിക്ക ഗ്രൂപ്പ് ബിയിലെ ഒന്നാമന്മാരായും ചെൽസി ഗ്രൂപ്പ് ഡിയിലെ 2ാം സ്ഥാനക്കാരുമായാണ് അവസാന 16-ലെത്തിയത്. ലയോണൽ മെസ്സിയുടെ ഇന്റർ മിയാമിക്ക് UEFA ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ PSG ആണ് എതിരാളികൾ. 2 ഗോൾ കൂടി നേടിയാൽ ക്ലബ് ലോകകപ്പിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനെന്ന റെക്കോർഡ് മെസ്സിക്ക് സ്വന്തമാകും. 7 ഗോളുമായി ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് നിലവിലെ ടോപ്പ് സ്കോറർ. മെസ്സിക്ക് 6 ഗോളുകളാണുള്ളത്. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക. നമസ്കാരം.